ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഞാൻ നിൽക്കുന്നത് ഓസിയുടെ ഫ്ലാറ്റിലാണ്. ഓസിയുടെ ഫ്ലാറ്റിലെ ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഓസിയൊക്കെ ലണ്ടനിൽ പോയിട്ട് ഐ തിങ്ക് 3rd നാളെ മിഡ് നൈറ്റ് എത്തും. ഞാൻ വിചാരിച്ചു ഓസിക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഞാൻ സഫീലയും കൊണ്ടുവന്നിട്ടുണ്ട്. അവളുടെ ഫ്ലാറ്റ് ഒന്ന് നീറ്റാക്കി കൊടുക്കാമെന്ന് വെച്ചു. ഇത് മറ്റെല്ലാം ബാച്ചിലേഴ്സിൻ്റെയൊക്കെ വീട് പോലെ കിടക്കും, ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിക്കുക. പിന്നെ ഞാൻ ആദ്യം ബ്ലാങ്കറ്റ്സ്, ഇവിടെ കിടന്ന ബ്ലാങ്കറ്റ്സ് എല്ലാം ഊരി, എനിക്ക് ഇവരുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ആണെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇട്ടു. ഇവിടെ ചെറിയ രീതിയിലാണ്, ഒരുപാട് എനിക്ക് ചെയ്യാൻ വയ്യ, എന്നാലും ചെറിയ രീതിയിലൊന്ന് നീറ്റാക്കി അവരെ തിരിച്ചെത്തുമ്പോൾ അവരുടെ ഫ്ലാറ്റൊന്ന് നന്നാക്കി കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ നല്ല മനസ്സിന് ഞാൻ വന്നേക്കും. ഇപ്പോൾ ടോട്ടലി ഞാൻ ഫ്രീ ആണ്. കാരണം നിഷാനിയില്ല, വീട്ടിൽ കിച്ചുമില്ല, ഓസിയില്ല, ഹൻസ് ഇവിടുന്ന് കോളേജില്ല, ഹൻസ് കിടന്ന് ഉറങ്ങുക, അമ്മു ജിമ്മിൽ പോയി. ഞങ്ങൾക്കിപ്പോൾ വീട്ടിൽ ഒരു എക്സ്ട്രാ ഹെൽപ്പിന് ഒരാളും കൂടെ ഉണ്ട്. സോ ലൈക്ക് ഒത്തിരി ഫ്രീ ടൈം ഉണ്ട്. എനിക്ക് എൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, എൻ്റെ ലാസ്റ്റ് വീഡിയോ. എന്തായാലും ഐ തോട്ട് ഐ ജസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക്. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് പണിയൊന്ന് തീർത്ത് ഓസി ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐ കം ഫോർ ക്ലീനിങ്. അപ്പം വാ, ഇന്ന് ഞാനിവിടെ ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ച് ഷോർട്സൊക്കെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം. അതെ, ആ സ്റ്റാൻഡ് കൊണ്ടാണ് ഇഷ്ടപ്പെട്ടു, വലിയൊരു സ്റ്റാൻഡ്. ഇനി അതൊക്കെ എടുത്ത് ഫോൾഡ് ചെയ്ത് കബോർഡിൽ വെക്കണം. സോ ഐ ഹാവ് ലോഡ് ഓഫ് വർക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലീനിങ് ഡേ. ജ്വല്ലറി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ഓസി ട്രാവൽ ചെയ്യണ എൻ്റെ തലേ ദിവസം എന്തോ വന്നിട്ട് എടുത്തതാണ് കേട്ടോ. ജ്വല്ലറി ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ധൃതിയിലെല്ലാം ഇങ്ങനെ ഇട്ടേക്കുക. ഇതൊക്കെ ഞാനിനി പാക്ക് ചെയ്ത് ഏതെടുത്തു ഏതെടുത്തില്ല എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതിലിരിക്കുന്നതൊക്കെ ഇങ്ങനെ നൈസ് സാധനങ്ങളല്ലേ. ഓക്കെ, നൈസ് ഐറ്റംസ്. ഇതിനെയൊക്കെ ഒന്ന് എടുത്തൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കട്ടെ. ഇതൊരു ബ്രാൻഡ് ന്യൂ ഫ്ലാറ്റാണ്. ബേസിക്ക് മുന്നേ ഇവിടെ ആരും താമസിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ റെൻറ്റഡ് സ്ഥലമാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബാഡ് ഫീലൊന്നുമില്ല കേട്ടോ.
ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. മറ്റേ റൂമിൽ കൊണ്ടുവയ്ക്കാം. കൊള്ളാലോ, നല്ലൊരു ലൈറ്റ്. എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ താമസിക്കാത്ത ഒരു സ്ഥലം ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഇതിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഹൗ ഇറ്റ് ഫീൽസ്. ഈ ഡെയിലി വന്നു പോകുന്ന ജോലിക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ വീടിനോടോ അവിടുത്തെ സാധനങ്ങളോടോ അവിടെ വെച്ചേക്കുന്ന ഒന്നിനോടൊന്നും പ്രത്യേകിച്ച് വലിയ വികാരങ്ങളോ വലിയൊരു ധാരണയൊന്നും കാണില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യും. ഞാനിപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കില്ല. പിന്നെ ഓസി അശ്വിനായതുകൊണ്ട് എന്നോട് അതെവിടെ ഇവിടെ ഒന്നും ചോദിക്കത്തില്ല. ചോദിച്ചാൽ നമ്മൾ വേണമെങ്കിൽ പോയി തപ്പുന്നത്. പുതിയ ഫ്ലാറ്റാണ്, ഞാൻ പറഞ്ഞ പോലെ ക്ലീനിങ് കുറച്ച് ഈസിയാണ്. ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സെയിം ഹാൻഡ് വാഷാണ് ഞാൻ ഊസിക്ക് വാങ്ങിക്കൊടുത്തത്. കുറേ പ്ലാസ്റ്റിക് ചെടി അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ എന്നെക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ഞാനൊരു റിസ്കിൽ അവസാനം ഇവിടെ വഴി കിടന്ന കുറേ തുണികളൊക്കെ എടുത്തങ്ങ് ഇട്ടു. അതെന്തായാലും ഉണങ്ങി കിട്ടി. ഞാൻ അതിനെയൊക്കെ ഒന്ന് വിരിക്കട്ടെ. നല്ല വെയിലുണ്ട്. ഫാനും കൂടെ ഉണ്ട്.
വേണം. ഓസിക്കായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതുവരെ ഉപയോഗിച്ചൊന്നും കാണില്ല. ഓൺലൈനിൽ ആമസോണിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്യൂട്ട് ഐറ്റംസ് കിട്ടും. ഓസിയുടെ കിച്ചണിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഞാനാണ് വാങ്ങിച്ചത്. ഇതുവരെ ക്യൂട്ടല്ലേ. ഏകദേശം ഒരു റൗണ്ട് ക്ലീനിങ് കഴിഞ്ഞു. 1 or 2 പ്രാവശ്യം കൂടെ വന്ന് ഒന്ന് ചെയ്താലേ പെർഫെക്റ്റ് ആവും. പൊടിയൊന്നും ഇല്ലാതെ നല്ല പോലെ. അത് നോക്കിയാൽ ഓൺലൈനിൽ അശ്വിൻ വാങ്ങിയതാണ്. എന്തിനാണോ എന്തോ മറ്റേ വലിയ പാത്രം. ഞാൻ പറയും അത് ആ ടൈപ്പ് പാത്രം നമ്മുടെ നാട്ടിലെ പാത്രം കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ലുക്കുള്ള പാത്രം സിംഗപ്പൂരിൽ കിട്ടും. സിംഗപ്പൂരിൽ കിട്ടുന്ന പാത്രം വളരെ ലൈറ്റ് വെയിറ്റാണ്, ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇന്ത്യയിൽ എണ്ണമുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ പറയും നിങ്ങളെങ്ങാനും സിംഗപ്പൂർ മലേഷ്യയിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങും. അത് ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. ഇത് ഭയങ്കര ഇരുമ്പിൻ്റെ അപ്പോൾ വലുതായതുകൊണ്ട് അതിങ്ങനെ ഒരു ഫ്ലാറ്റിനുള്ളിലൊക്കെ ക്ലീനിങ് പാടടിക്കും. പുറത്തൊക്കെ എടുത്തിട്ട് മറ്റേ ചകിരിയൊക്കെ വെച്ച് തേച്ച് കഴുകുന്ന രീതിയിലാണെങ്കിൽ അത് കുറച്ച് ഈസി ആയിരിക്കും. ഏകദേശം നമ്മുടെ ക്ലീനിങ് ഓൾമോസ്റ്റ് ഡൺ. ഏകദേശം ക്ലീനായി. ഈ കുറച്ചുകൂടെ തറ ക്ലീൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റാണ്. അടിപൊളിയായിട്ട് നീറ്റാക്കി നാളെയും കൂടെ ആകുമ്പോൾ പെർഫെക്റ്റ്. ഇതിൻ്റെയൊക്കെ സ്വിച്ച് അതോ അവിടെ 2 സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഒന്നും അറിഞ്ഞൂടെ നമുക്ക്. തിരിച്ച് വീടെത്തി. ഐ ആം സോ ടയേർഡ്. കാലെല്ലാം ഭയങ്കര വേദന. ഞാൻ എൻ്റെ വീട് കാര്യമായിട്ട് ക്ലീൻ ചെയ്താൽ ഞാൻ കുറച്ചൊക്കെ അല്ലേ ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ ഇവരാ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ഇവരെ കാണാൻ വരാതിരിക്കുമ്പോഴേ ഫുള്ള് ചെയ്യും. അപ്പോൾ ഇത് ഫുള്ള് പൊടിയടിച്ച് തുടച്ച് ബാത്റൂം ക്ലീൻ ചെയ്ത് അതും പരിചയം. ഇപ്പോൾ ഓസിയുടെ വീടാണ്ട് എനിക്കിപ്പോൾ എന്തെടുക്കുമ്പോഴും നമുക്കൊരു അയ്യോ അവിടെ വെക്കണം ഇവിടെ വെക്കണം. നമ്മുടെ ഇവിടെ ആകുമ്പോൾ ലൈക്ക് ഐ എം ദ ബോസ്, അവിടെ ഞാൻ നല്ലല്ലോ ബോസ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റി. ഒരു ദിവസം കൂടെ ഒന്ന് പോയി ചെയ്യുമ്പോൾ നാളെയും കൂടെ ഒരിക്കൽ കൂടെ സഫീലിനെ കൊണ്ടുപോയി അവിടെ നിന്ന് നീറ്റാക്കിയാൽ പെർഫെക്റ്റാണ്. പിന്നെ ഓസിക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. ഓസിയുടെ വാക്യൂം ക്ലീനർ ഞാനൊരു നല്ല ചൂല് വാങ്ങിച്ചു കൊടുത്തതാണ്. ആ ചൂല് വെച്ച് തൂത്തപ്പോൾ പൊടി സാധാരണ പുതിയ ചൂല് വാങ്ങിക്കുമ്പോൾ 1-2 ദിവസം ഇച്ചിരി പൊടി വരും, എന്നിട്ടല്ലേ അത് നോർമലാവും. പിന്നെ ഓസി അയ്യോ ആ ചൂലിന് എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ അത് മറ്റേ കവറിൽ കെട്ടി വേസ്റ്റിൻ്റെ കൂടെ കളയും. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് ചൂലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് വെച്ച് തൂക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നാളെ നല്ലൊരു ചൂലും ഒരു തറ തുടയ്ക്കണ കമ്പും കൂടെ വേണം. അപ്പോൾ എനിക്കും കൂടെ തൂക്കാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാനൊന്ന് കുറേ ചെയ്യും. സോ ഇന്ന് എനിക്ക് ഐ എം ജസ്റ്റ് വിഷിംഗ് ഫോർ ഒരു നൈസ് ഓയിൽ മസാജ്, ഒരു ബാക്ക് മസാജ്, ഒരു കാലൊക്കെ ഒന്ന് അറിയും തടവി തന്നെനിക്ക് സുഖം കിട്ടിയാണ്. വിളിച്ച് ചോദിക്കണം ഇവിടെ ആരെങ്കിലും കൊണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വിശന്നിട്ട് പോയി. അപ്പോൾ ലഞ്ച് കഴിക്കട്ടെ. ഞാൻ പോയി മുകളിൽ വീണ്ടും നമ്മുടെ വീടെത്തി. അവിടെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, അത് ഞാൻ പോയി ചെയ്തു. നമ്മുടെ ലഞ്ച് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ബിനീഷ് വാങ്ങിയിട്ട് വന്നു ചൂര മീൻ കറി. ഇത് നമ്മൾ സ്ഥിരം വയ്ക്കുന്ന ചീര വെച്ചിട്ടുള്ള ഒരു കറി. ഇതെന്താ രസം, അവിയൽ ആൻഡ് ഇത് ഇന്നലത്തെ കത്തിക്ക ഫ്രൈ. ഇതെൻ്റെ ഹൻസ് കുട്ടിക്ക് കൊഞ്ച് ഫ്രൈ. അത്ര തന്നെ. ഇത് ചോറ്. That's it. I love that. Cute, cute. ഞാൻ ഓയിൽ മസാജിനൊക്കെ പോയി വന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ഇന്ന് എനിക്ക് ഭയങ്കര ബാക്ക് പെയിനൊക്കെ ആയിരുന്നു, കാല് വേദന. ഇന്നിപ്പോൾ ഐ ഫീൽ സോ ഗുഡ്. അവിടെ അമ്മു ആൻഡ് ഹൻസു കൊഞ്ചൽ ഇസ് ഗോയിങ് ഓൺ. ഫോൺ ക്ലിയർ ഇല്ലല്ലേ? എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ? ബെറ്ററായി. കണ്ണ് കാണാൻ വയ്യാത്തപ്പോൾ വലിയ പ്രശ്നമാണ്. ഫോൺ ക്ലിയർ അല്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലാകത്തില്ല. പിള്ളേർ പറയും ഫോൺ ഇസ് നോട്ട് ക്ലിയർ, വൈപ്പ് ദ ലെൻസ് പറയും. ഞാനങ്ങനെ വേർജിൻ റിവർ ഫുൾ കണ്ടു. ഇറ്റ് വാസ് സോ നൈസ് ആൻഡ് റിലാക്സിങ്. വീട്ടിൽ മെമ്പേഴ്സ് കുറവായിരുന്നു, നല്ല സുഖമുണ്ട്, ഒത്തിരി ഫ്രീ ടൈം ഉണ്ടായിരുന്നു. നാളെ ശനി ഓസി
എല്ലാവരും എത്തും. ഞാനിപ്പോൾ വെറുതെ ടി വിയിലെന്തോ വെറുതെ ഒന്ന് ന്യൂസൊക്കെ കണ്ട് എൻ്റെ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോഴാണ് രണ്ടുപേരും ഇവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സീൻ വന്നപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും നാളത്തെയും കൂടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബ്ലോഗ് നിർത്താം. നാളെ ഓസിയുടെ വീട് ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ ന്യൂസ് കാണാം. ജോബിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവർക്ക് ഇതാ ജോബിന് തിരിച്ചെത്തി. ഓസിയുടെ ഫ്ലാറ്റിലെത്തി. സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നു. വീണ്ടും ഗെയിമുണ്ട്. നീ കളി എയിം ചെയ്യും. അതിന് വീണു. എല്ലാം പോയി. അങ്ങനെ ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് ക്ലീനിങ്ങിന് ഞാൻ ഓസിയുടെ ഫ്ലാറ്റിലെത്തി. കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി. ഓസിയുടെ ക്വിൽസും എല്ലാം ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി എല്ലാം അതാത് റൂമിൽ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കഴുകിയിട്ട തുണി എന്തായി ഉണങ്ങിയോ നോക്കട്ടെ. എല്ലാം ഇച്ചിരി കൂടെ ഉണങ്ങാണ്ട്. എന്നാലും ഫാൻ ഇട്ടിട്ടല്ല പോയത്. ഫാനിൻ്റെ സ്വിച്ച് നമ്മളിവിടെ നിൽക്കുന്ന കുറച്ച് നേരം ഫാൻ ഇട്ടേക്കാം. ജോബൻ സഫീലേക്ക് കൂടെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോയി. ഇന്നൊരു ദിവസം കൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആവും. ഈ ബെഡിൽ ഞാൻ ബെഡ്ഷീറ്റ്സൊക്കെ വിട്ട് വെക്കട്ടെ. നല്ല മണം. ഞാൻ പണ്ട് ക്വിൽറ്റിൻ്റെ സെറ്റ് വാങ്ങുമ്പോൾ യൂഷ്വലി ഒരു സെറ്റിൽ നമുക്ക് ഒരു ക്വിൽറ്റ്, ഒരു ബെഡ്ഷീറ്റ്, 2 പില്ലോ കവർ അങ്ങനെ. ഞാൻ പക്ഷേ പണ്ട് 2 ബെഡ്ഷീറ്റ് സെറ്റ് വാങ്ങും. അപ്പോൾ എനിക്ക് ഒന്നിന് 4 പില്ലോ കവർ കിട്ടും, 2 ഷീറ്റ് കിട്ടും. അപ്പോൾ ഒരു ഷീറ്റ് വിരിക്കാനും ഒരു ഷീറ്റ് ഞാൻ ക്വിൽറ്റിൻ്റെ താഴെ ഇടാനും യൂസ് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെ ഈ റൂം ക്ലീനായി. ഇവിടുത്തെ ബെഡൊക്കെ ഇട്ടു, ക്വിൽറ്റൊക്കെ ഇട്ടു. ഫീൽസ് നൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി എല്ലായിടവും വളരെ നീറ്റാക്കി. ഇറ്റ്സ് ഓൾ ലൈക്ക് സ്പാർക്ലിംഗ് ക്ലീൻ. എല്ലായിടവും പെർഫെക്റ്റ്, അടിപൊളി. ദാറ്റ് വാസ് എ ഗുഡ് ജോബ്. കിച്ചൺ ഇന്നത്തേക്കുള്ള പണി കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകുന്നു. നല്ല വിശപ്പുണ്ട്. ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ ഓക്കെ ഓഫാക്കട്ടെ. ഓസിയുടെ ചാർജർ. ഈ ചാർജർ ഇവിടെ ഇരിക്കുമോ അല്ലേ? ഓസി നൽകിയ ചാർജർ. ഓസി വീട്ടിൽ വന്നിട്ട് അന്ന് അന്വേഷിക്കണം. എൻ്റെ ചാർജർ കണ്ടില്ല, എൻ്റെ ചാർജർ ആൻഡ്രോയിഡ് ഉണ്ട്. ഞാൻ നമ്മുടെ വീട്ടിൽ ആർക്കും ആൻഡ്രോയിഡ് ഇല്ലല്ലോ ഇടാന്നൊക്കെ ഞാൻ പറയും. അതാ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഓക്കെ, വീട്ടിൽ പോയിട്ട് ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് കാണിച്ചു തരാം. ഇതൊരു പുതിയ പിക്ക്. കണ്ടു. താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.
സ്റ്റക്കായി. കൊള്ളാം. ഇഷാനിയെ വിളിക്കാൻ എയർപോർട്ടിലെത്തി. ഞങ്ങളിവിടെ എത്തിയതും ഇഷാനി ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ചതും ഒരുമിച്ചായിരുന്നു. ഓസിയും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലണ്ടനിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ ടേക്ക് ഓഫ് ആയി എന്നൊന്നും എനിക്കൊരു മെസ്സേജ് ഇട്ടില്ല. ഞാൻ മറ്റേ ഫ്ലൈറ്റിൻ്റെ ലൈവ് ട്രാക്ക് വഴി അതുവഴി പോയാൽ കണ്ടുപിടിച്ചത്. അതിന് ദുബായിലെത്തും. അത് കഴിഞ്ഞിട്ട് ദുബായിൽ നിന്ന് എത്തി ഇവിടെ നമ്മുടെ നാട്ടിൽ വെളുപ്പിനെ 3 മണിക്കോ മറ്റാണ് എത്തുന്നത്. ഇഷാനി വീടെത്തി. ഹൗ വാസ് യുവർ ട്രിപ്പ്? ഇറ്റ് വാസ് വെരി ഗുഡ്. ഓക്കെ, എന്താ നീ ആൻസർ കൊടുക്കുന്ന സർപ്രൈസ്? അങ്ങനെ ഒരു ഡ്രസ്സ് കൊണ്ട് ഇത് ഞാൻ ഒരു മോളിൽ പോയപ്പോൾ ചുമ്മാ കണ്ട സ്റ്റിക്കറാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ക്യൂട്ട് അല്ലേ? കുറച്ച് വിലയുണ്ട്. ഇതിന് ജാപ്പനീസ് ഒരു മിനീസോ പോലെ അവിടുത്തെ ഒരു കട. കൊള്ളാല്ലേ? ഞാൻ എടുത്തു. അൻസു ബിലേറ്റഡ് ബർത്ത്ഡേ ഗിഫ്റ്റ്. Thank you so much. Oh yes, I hope it's correct now. ഇഷാനിയുടെ ഇതിനേക്കാൾ വലുതാ. പക്ഷെ അത് ഹൻസ് ഇടാറുണ്ടായിരുന്നല്ലേ? ഊരി പോവോ? ഇപ്പോൾ ഇല്ല. ഓക്കെ. അങ്ങനെ ഞാൻ വീടെത്തി. ഈശാനി ബാറ്ററി മാറ്റണം. ഞാൻ പൊക്കമുള്ള ഒരാളെ തപ്പിയിരിക്കുമായിരുന്നു. അയ്യോ അവിടെ പല്ലിയില്ല. അവിടെ പല്ലിയേ ഉള്ളൂ. ക്ലോക്ക് ടൈം മാറി. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എടുത്ത് മാറ്റാൻ. ഈ പിള്ളേരോട് ഒന്നത് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ പല്ലിയാന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യത്തില്ല. ഹൻസക്കുട്ടി അമ്മ ഇളക്കി പക്ഷെ അപ്പോൾ ബാറ്ററി ഇല്ലായിരുന്നു. ബാറ്ററി മാറ്റി. അപ്പം ഞാൻ വീടെത്തി. ഇനി ഓസിയുടെ ഫ്ലൈറ്റ് എത്തുന്ന വെളുപ്പിനെ 3 മണിക്കാണ്. അപ്പോൾ ഞാൻ ബിനീഷിനോട് ഇന്നവ ഇവിടെ നിന്നേ കൊണ്ടുപോയിട്ട് അവൻ്റെ വൈഫിൻ്റെ വീട് എയർപോർട്ടിനടുത്താണ്. അവിടെ കൊണ്ടുപോയിട്ട് ഓസിയും പിക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സോ ഇന്നിനി ഉറക്കം കുളമായിരുന്നു. 2:30 മണിക്ക് എണീക്കണം, ഓർമ്മിപ്പിക്കണം, വിളിക്കണം. പിന്നെ ഇവർ വരുമ്പോൾ അത് ആലോചിക്കുന്നില്ല. എന്തായാലും നാളെ ആൻസൂട്ട് കോളേജില്ല. സോ നാളെ കുറച്ചധികം നേരം ഉറങ്ങാം എന്നുള്ളൊരു സമാധാനത്തിലിരിക്കുന്നു. അപ്പോൾ ഇനി ഓസി വന്നിട്ട് എന്തെങ്കിലും കൂടിയൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാം. ഓക്കെ. ഓസി എത്തി. ഓസിക്ക് ഞാൻ സ്ട്രോബെറി വാങ്ങി വെച്ചിരുന്നു. ഓസിയല്ല, വീട്ടിലെ താരം എന്ന് പറയും. വീട്ടിലെ താരം, വീട്ടിലെ വെളിച്ചം എന്ന് പറയും. ഓഹോ, അതാണോ നീ? നാളെ എനിക്ക് പണിയുണ്ട്. ഈ ക്രിസ്മസ് ഒക്കെ ഡെക്കറേഷൻ ഊരാൻ നമുക്ക് ആൾ വേണം. ഇട്ടതും ഞാനല്ല, ഊരണതും ഞാനല്ല. ഞാൻ ഉത്തരവാദിയേ അല്ല. എൻ്റെ മുകളിൽ ഒരാളുണ്ട്. ആ ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ മതി. ഉദ്യോഗസ്ഥനല്ല, ഉദ്യോഗസ്ഥ. നാളെ ജോബിന് കൂടെ വന്നിട്ട് വേണം നാളെയോ മറ്റന്നാളോ നമുക്ക്. ഓക്കെ. എങ്ങനെയുണ്ട് സ്ട്രോബെറി? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓക്കെ, അപ്പോൾ പോയി കിടന്നുറങ്ങിക്കാം. ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഊരുന്നു. സാഡ്, പക്ഷേ ഊരിയല്ലേ പറ്റും. പിന്നെ അതാണ് നമ്മുടെ വർക്ക്. മുകളിൽ നിന്നുള്ള കാർട്ടൺ ബോക്സസ് ഒക്കെ എടുത്തുകൊണ്ട് വെച്ചു. ഇനി അത് ക്ലിയറിംഗ് ആണ് ഇന്ന് നമ്മുടെ ലഞ്ച് ടൈമിന് മുന്നേ ഉള്ള വർക്ക്.
അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ. ഇതുപോലെ കുറേ വീഡിയോ എടുക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്യാൻ സമയമില്ലാതെ ഇങ്ങനെ കിടക്കുക. 2 വീഡിയോ ഉണ്ട്, ഇതും കൂട്ടി ഒരു വീഡിയോ കൂടെ ഉണ്ട്. സുലുവിൻ്റെ മോൻ്റെ അവൻ്റെ കാലിക്കറ്റ് ഫംഗ്ഷൻ്റെ ഒക്കെ ഇടാറുണ്ട്. ഇനി ഈ പണി ചെയ്തിട്ട് വേണം അത് പോയി എഡിറ്റ് ചെയ്യും. ബൈ, ടേക്ക് കെയർ, ഹാപ്പി ന്യൂ ഇയർ, ബൈ. എൻ്റെ വീഡിയോയുടെ അഡീഷണൽ ഫുട്ടേജാണ്. ഓസിയോ ഞാൻ ലണ്ടനിൽ പോയിട്ട് വന്നപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നൊരു ഹരമായി ഇങ്ങനെ ഇവിടെ വന്നുണ്ടാക്കി. ഓസിയോ ചിക്കൻ കറി. ലുക്സ് നൈസ്. ഇറ്റ് ടേസ്റ്റ് നൈസ് ടു.